നിങ്ങളെ വെറുതെ കോടതിയിൽ ഹാജരാക്കിയ പറ്റില്ലല്ലോ. കൃത്യമായ തെളിവുകൾ വേണ്ടേ? എന്നാ പിന്നെ ഇവരെയും കൊണ്ടുപോയാലോ മാഡം? അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഹോസ്പിറ്റലിന് ഒരു നാഥനുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാതെ എങ്ങനെയാ അദ്ദേഹത്തിന്റെ കീഴ്ജീവനക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? അദ്ദേഹം വരട്ടെ, ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്കോ മാഡം വിളിച്ചത്? ഞാൻ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സൂചിപ്പിച്ചായിരുന്നല്ലോ. എന്താ ഞാൻ ഇവരെ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് നൽകുന്ന ഇയാളുടെ ലൈസൻസ് ഞാൻ കട്ടാക്കിയ മാഡം. ഡോക്ടർ ജേക്കബ് കുര്യനെയും അറ്റൻഡറായ സുദേവനെയും ഡോക്ടറുടെ അസിസ്റ്റന്റ് നഴ്സായ രമ്യയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിക്കണമെന്നാണെങ്കിൽ ഈ കള്ളക്കളിയില് സൂപ്രണ്ടും ഉണ്ട്. ഇവിടത്തെ ഓപ്പറേഷൻ ഉപകരണങ്ങൾ തരാതിരിക്കുന്നോണ്ടാണല്ലോ പ്രൈവറ്റ് പാർട്ടികളെ സാധാരണക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെ നോക്കുമ്പോ സൂപ്രണ്ടും കുറ്റക്കാരനാ. ഏറ്റവും വലിയ കുറ്റക്കാരനും ഞങ്ങളുടെ ഇടയിലെ താപ്പാനയും സൂപ്രണ്ട് തന്നെയാ. ഈ പറഞ്ഞതിനോട് സൂപ്രണ്ട് യോജിക്കുന്നുണ്ടോ? പിന്നെ സൂപ്രണ്ടിന്റെ അറിവോടുകൂടിയല്ല ഇത്തരം തട്ടിപ്പുകൾ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറയാനും പറ്റില്ലല്ലോ. ഏയ്, ഞാൻ നിരപരാധിയാണ് മാഡം. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. ഏത് അന്വേഷണത്തിനെയും നേരിടാനും ഒരു കാണും. ഇൻസ്പെക്ടർ. യെസ് മാഡം. അപ്പൊ പിന്നെ ആ കാര്യം നമുക്കിതിന്റെ തുടർ അന്വേഷണത്തിൽ തീർപ്പുണ്ടാക്കാം. ശരി മാഡം. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന അർത്ഥ പട്ടിണിക്കാരാണ്. അന്നന്ന് പണിയെടുക്കുന്നതുകൊണ്ട് അന്നന്നത്തെ അന്നം മാത്രം കഴിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ചൂഷണത്തിലൂടെ പോക്കറ്റിലാക്കാൻ ഇനി ഒരാളെയും അനുവദിക്കില്ല. ഇനി അതിന് ശ്രമിച്ച ഇത് തന്നെയായിരിക്കും എല്ലാവർക്കും ഉള്ള അനുഭവം. നഹസേ, കൊണ്ടുപൊയ്ക്കോ എല്ലാത്തിനെയും. ഇങ്ങോട്ട് നടക്ക്. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. അന്വേഷണം വരും. നേരിടാൻ തയ്യാറായിക്കോ. എടോ, അന്നേ വിഷ്ണു കുഞ്ഞാ. 5-6 വയസ്സ് കാണും. നമ്മുടെ പ്രീതിയെ കൈക്കുഞ്ഞാ. ഈ മലക്കടപ്പ് കിടക്കുന്ന പ്രായവാ. കുഞ്ഞിനെന്തോ വയറുവേദന വന്നിട്ടേ ഭാമ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അവരന്നു രാത്രി കുഞ്ഞിനെയും തള്ളയും കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ആക്കി. ഭാമയെ കാണാതെ വിഷ്ണു ഇവിടെ കിടക്കുവോ? അവൻ ഉറങ്ങണമെങ്കിലേ അമ്മ വേണം.